നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു വടി എടുത്തിരിക്കുകയാണ്. ആ വടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു വി.ഡി. സതീശന് നേരെയാണ് ഇപ്പോൾ ചൂണ്ടിയിരിക്കുന്നത്. മര്യാദയ്ക്ക് തല്ലും ബഹളവും വഴക്കൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ കിട്ടിയ അവസരമൊക്കെ അങ്ങ് മുതലാക്കി മര്യാദയ്ക്ക് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ മുതലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ക്ലാസ്സിൽ വെച്ച് കുട്ടികളെ തിരുത്തുന്ന പോലെ ക്ലാസ് ലീഡറെ തന്നെയാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം കോൺഗ്രസ്സിൽ നടക്കുന്ന തമ്മിത്തല്ലും ഒരു ഭിന്നിപ്പും അതൊക്കെ തന്നെ പല വിഷയങ്ങൾ ഇവിടെ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഒരു അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു ഭരണത്തിൽ വീണ്ടും അധികാരത്തിലേറാൻ ഒരു നല്ലൊരു അവസരം നമ്മുടെ അയ്യപ്പനടക്കം നല്ലൊരു വിഷയം ഇട്ടുകൊടുത്തേക്കാണ്. പക്ഷേ നമുക്കതൊന്നും നോക്കാൻ അത്ര നേരമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള ഈ തല്ലും കുത്തും വഴക്കാണ് ഇപ്പോൾ, അത് പരിഹരിക്കാനാണ് നേരം. എന്നാൽ അതും പരിഹരിക്കുന്നുണ്ടോ? അതുമില്ല. ഇപ്പോൾ കൃത്യമായിട്ട് ഇവിടെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരിനെ ഭരണത്തിൽ എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് കോൺഗ്രസ് തന്നെ വെട്ടിക്കൊടുക്കുമെന്നാണ് തോന്നുന്നത്. മറ്റേ പാത വെട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിണറായി സർക്കാർ 2.0 അല്ല, വീണ്ടും ഒരു മൂന്നാം ടേമിൽ ഭരണാധികാരത്തിൽ വരുമെന്നാണ്. ഇത് ഇന്നലെ ഈ പറയുന്ന ഹൈക്കമാൻഡ് വിളിച്ചു നിർത്തി എല്ലാ മുതിർന്ന നേതാക്കളെയും വിളിച്ചിരുത്തിയിട്ട് വടിയെടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. മര്യാദയ്ക്കൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല കടുത്ത നടപടി തന്നെ എടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതിലെന്തെങ്കിലും കുറവുകൾ തോറ്റാൽ പിന്നെ ഉള്ള വിവരം കൃത്യമായിട്ട് അറിയുമെന്ന് വി.ഡി. സതീശന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ മൂശേട്ടയും കൊതിക്കറും ഒക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ എന്ന് പറയേണ്ടുന്ന അവസ്ഥ ഇപ്പോൾ ഹൈക്കമാൻഡിന് കേരള നേതൃത്വത്തോട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ CPM എന്ന പാർട്ടിയെ പറ്റി ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇവർ പറയുന്നതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥികൾക്കും ഒരു മന്ത്രിമാർക്കും ഒരു MLA മാർക്കും ഇല്ല എന്നുള്ളതാണ്. പറയുന്നിടത്ത് നിൽക്കും. അനാവശ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു MLA ആരും അനാവശ്യമായിട്ട് ഒന്നും തന്നെ പറയാറില്ല. അതിനകത്തുള്ള ഭിന്നം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ബാധിച്ചിരിക്കുന്ന ശബരിമല വിഷയം, CPI CPM അതിനകത്തെ ഭിന്നിപ്പുകൾ, ഇതൊക്കെ എത്രമാത്രം അവർ പുറത്തു പറയുന്നുണ്ടില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഊഹാപോഹങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളല്ലാണ്ട് ഒരാൾ പോലും അമിതമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് CPMൻ്റെ ഒരു പ്രധാന സവിശേഷത. ഇനി ഈ CPM പാർട്ടി ഇപ്പോൾ തന്നെ അവർ നേരെ നോക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയും, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴേ ചെയ്തു തുടങ്ങി പിണറായി വിജയൻ. വേണ്ടുന്ന പെൻഷൻ വർധനവ്, അല്ലെങ്കിൽ റോഡ് നിർമ്മാണം, അങ്ങനെ നിരവധി പദ്ധതികൾ പിണറായി വിജയൻ അതിന് ആക്കിടുന്നുണ്ട്. പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ എങ്ങനെയൊക്കെ നിർത്തണം, എങ്ങനെയാണ് ഇതിനെ ക്രമീകരിക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന സഖാവിനറിയാം, കമ്മ്യൂണിസ്റ്റ് നേതാവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്നാം തരംഗം ഉണ്ടാകും. ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും ഇനിയും ഒരംഗത്തിന് തയ്യാറാണ്, ഒരംഗവും കൂടെ ഭരിക്കാൻ തയ്യാറാണ്, ഇനി ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന 100% ഉറപ്പ് അവർക്കുണ്ടാവുന്നത്. ഒരു മൂന്നാം തരംഗത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള പ്രചാരണ രീതി, കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ, ഇതൊക്കെ ഇപ്പോഴേ അടിത്തട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടുന്ന പ്രാദേശികമായിട്ടുള്ള ഏതൊക്കെ നേതാക്കന്മാർ വേണം, എന്തൊക്കെ ആൾക്കാർ എവിടെയൊക്കെ നിൽക്കണം എന്നുള്ള ഇപ്പോഴേ തന്നെ അവർ അതിനുള്ള ആക്കം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏകീകരണ സ്വഭാവമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ, ഒരു പക്ഷേ അത് തോറ്റിരിക്കാം, ചിലപ്പോൾ ജയിച്ചിരിക്കാം, പലയിടങ്ങളിലും പല പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരിക്കാം. ആ തെരഞ്ഞെടുപ്പിനെ നോക്കിയാണ് ഇപ്പോഴും CPM നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ശരിക്കും പ്രധാനപ്പെട്ട. കോൺഗ്രസും BJP അതിലേക്ക് നോക്കത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, അത് പോട്ടെ, നമുക്ക് വേണ്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ജനത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാനിച്ചുകൊണ്ട് എവിടെയാണോ പ്രശ്നങ്ങൾ അവിടെ നികത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് CPMൻ്റെ പോളിസി. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം അടിത്തട്ടിലെ പ്രവർത്തനം ഭയങ്കരമാണ്. ഈ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെയൊക്കെ അടിത്തട്ട് പ്രവർത്തനം, ലോക്കൽ പ്രവർത്തനങ്ങൾ ഭയങ്കര സജീവമാണ്. ഏത് മരണത്തിനും കല്യാണത്തിനും ഒക്കെ അവരെ കാണാം.
അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്നോണം ഇടിച്ചു കയറി ഉള്ള പ്രവർത്തനങ്ങളാണ് അടിത്തട്ടിൽ. യുവാക്കൾ കുറേയധികം ഈ ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്നത് കാണാം. ഇപ്പം പൊതിച്ചോറ് ഉൾപ്പെടെ ഒരുപക്ഷെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ ഇതൊന്നും കോൺഗ്രസിനോ BJPക്കോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇവർക്ക് കിട്ടുന്ന വോട്ട് ഇനി എവിടെയാണോ അവർക്ക് പ്രശ്നങ്ങൾ പാളിച്ചകൾ പറ്റുന്നത് അവിടെ നികത്തിക്കൊണ്ട് നിയമസഭയെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ആശയം. അത് തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ഭിന്ന അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി CPMന് കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട്. CPMന് അറിയാം ഇന്ന മന്ത്രി ഇന്നത്, ഇന്ന സ്ഥാനത്ത് ഇന്നത്. അവർ പൂർണ്ണമായും കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ജയിച്ചാലും തോറ്റില്ലേലും ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി അടുത്തത് ആരാണെന്നുള്ള പിണറായിക്ക് പറ്റില്ലെങ്കിൽ പിണറായി പറയുന്ന ആളിനെ നിയമിക്കാൻ. അപ്പോൾ അവർക്ക് ഇപ്പം മാധ്യമങ്ങളൊക്കെ ഈ ഇടയ്ക്ക് KC വേണുഗോപാലിനോട് ചോദിച്ചു, രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നുണ്ട്, VD സതീശനോട് ചോദിക്കുന്നു അടുത്ത മുഖ്യമന്ത്രി ആവാൻ താല്പര്യമുണ്ടോ, രമേശ് ചെന്നിത്തലയോട് ചോദിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വല്ല ഇതും ഉണ്ടോ, നേതൃത്വം അങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടോ. KC വേണുഗോപാലിനോട് കേരളത്തിൽ അങ്ങ് സജീവമാവാൻ തീരുമാനിച്ചല്ലോ, മുഖ്യമന്ത്രി ആവാനുള്ള വല്ല പദ്ധതിയാണോ. ഇതിങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പറയുന്നത് അത് ഹൈക്കമാൻഡ്. അങ്ങനെയല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മാധ്യമത്തിൽ കണ്ടതാണ്, ഒരു കോൺഗ്രസ് അനുഭാവി പറയുന്നതാണ്, നിങ്ങളൊരു മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിക്കൂ. മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന ജനത്തിന്റെ മുമ്പിൽ ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും. ഇപ്പോൾ CPMൽ കൃത്യമായിട്ട് അറിയാം മൂന്നാമത് പിണറായി വിജയൻ, രണ്ടാമതും പിണറായി വിജയനെ തന്നെ എടുക്കുമെന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഇത് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഇത് കഴിഞ്ഞ് ഈ പറയുന്നോണം CPM അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി എന്ന്. പക്ഷേ ഇവിടെയും കോൺഗ്രസിലും അങ്ങനെ തന്നെയായിരുന്നു നേരത്തെ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അടുത്ത ഭരണം അത് പക്ഷെ CPMനെ കിട്ടിയത്. എന്നാലും കോൺഗ്രസിലെ ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് അന്ന് ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ AK ആന്റണിയുടെ ഭരണകാലത്ത് അന്ന് എന്താണ് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അപ്പൊ ഈ ഒരു മുഖ്യമന്ത്രി എന്ന പദവി ഇന്ന ആൾക്ക് ഞങ്ങൾ അടുത്ത ഇലക്ഷന് കൊടുക്കും എന്ന് പറയുമ്പം അവിടെ ഒരു നേതൃത്വം വന്നു അല്ലേ. ജനങ്ങൾക്ക് അത് നോക്കി വോട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഭിന്ന അഭിപ്രായമില്ല. ഞങ്ങൾ ഏകീകരിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നതാണ്, ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയുടെ കുടക്കീഴിൽ ഞങ്ങൾ നിരവധി മന്ത്രിമാരുണ്ടായിരിക്കും, ഞങ്ങൾ അങ്ങനെ കേരളം ഭരിക്കുമെന്ന ഒരു വാർത്തയാണ് ഒരു പക്ഷേ കോൺഗ്രസ് പുറത്തുവിടേണ്ടുന്നത്. ഇത് ഞാൻ മുഖ്യമന്ത്രിയാവും അവൻ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമാണ് നിനക്കത് പ്രശ്നമാണ് എന്ന് പറയുന്നിടത്ത് ഈ ഭിന്നിപ്പുള്ളിടത്ത് എങ്ങനെയാണ് ജനം വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ പറയേണ്ടത് ഇന്ന ആൾ മുഖ്യമന്ത്രിയാവും, ഇന്ന തലങ്ങളിലൊക്കെ മന്ത്രിമാരാവാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ഒരു രീതി കൊടുത്തു കഴിഞ്ഞാൽ ജനത്തിനറിയാം അവരൊരു ഏകീകരണ സ്വഭാവം കൊണ്ടുവന്നു, ഓക്കെ ഇന്ന ആളുടെ കുടക്കീഴിലായിരിക്കും ബാക്കി മന്ത്രി, അപ്പോൾ ആൾ കൊള്ളാം ഇങ്ങനെയൊക്കെ. അപ്പോൾ ആരും മോശക്കാരൊന്നും അല്ല. ഇപ്പോൾ ചെന്നിത്തല മോശമാണെന്ന് പറയുന്നില്ല, ഈ പറയുന്ന സതീശൻ മോശമാണെന്ന് പറയുന്നില്ല, KC വേണുഗോപാൽ വന്ന അദ്ദേഹം മോശമാണെന്ന് പറയും. എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ട് യോഗ്യതയായിട്ടുള്ളവരാ. പക്ഷെ അത് ഇവരങ്ങ് തീരുമാനിച്ചാൽ മതി. ഇതിനു മുമ്പേ എന്നാ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു വന്നത്. ചെന്നിത്തലയെ മാറ്റി VD സതീശൻ വന്നപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇപ്പം സുധാകരനെ മാറ്റിയിട്ട് മറ്റേ സണ്ണി ജോസഫ് വന്നപ്പോൾ എന്തുമായിരുന്നു പ്രശ്നങ്ങൾ. പക്ഷെ പിന്നീട് അവർ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ഈ ആദ്യം ഒരാളെ വരുമ്പോൾ ഉള്ള ഒരു മുറുമുറുപ്പ് മാറി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് അവരുമായിട്ട് അങ്ങ് നല്ല ചങ്കായി ആ നേതൃത്വം അങ്ങനെ അങ്ങ് പോവും. ഈ ആദ്യത്തെ ഈ മൂശട്ട സ്വഭാവം അങ്ങ് മാറ്റി അതങ്ങ് മാധ്യമങ്ങളോട് വെച്ച് എന്നാൽ ഇതങ്ങ് ഉള്ളി വെക്കും. അതില്ല. ഇപ്പൊ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അഭിമാർക്ക് എന്താ കാണിച്ചു വെച്ചേ. ഇപ്പൊ അദ്ദേഹത്തിനൊന്നും മിണ്ടണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്നുള്ള ക്ഷോഭത്തിന് എന്തും അങ്ങ് പറയാന്നുള്ള രീതിയിൽ ഇവർ പറയുന്നതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രിയെ ശരിക്കും അവർ ഇപ്പോഴേ പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവിടെ ഇല്ലാത്തതാണ് ഈ ഒരു പക്ഷേ കോൺഗ്രസ്സിലേക്ക് ജനം ഇനി വോട്ട് ചെയ്യാൻ മടിക്കുന്നത്. ഈ ഒരു തക്കം ആര് എടുക്കും? CPM എടുക്കും. CPMന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, അവർക്ക് പ്രവർത്തനമുണ്ട്, അവർക്ക് ഒരു കൃത്യതയുണ്ട്, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും എടുപ്പുമുണ്ട്. ഇതതില്ല.
ഇതേ സ്ഥാനത്ത് തന്നെ BJPയും ചില വോട്ടുകൾ ഒരുപക്ഷെ CJP കൂട്ടുകെട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചില വോട്ട് അട്ടിമറികളൊക്കെ നടത്തിക്കൊണ്ട് അവരും കുറേ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? കോൺഗ്രസിന്. ഇനി ഒരു വട്ടം കൂടി കോൺഗ്രസ് തോട്ട ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മാറുന്നതായിരിക്കും നല്ലത്, അല്ലേ? എത്രാമത്തെ വട്ടമാണ്? ഇതേപോലെ നാണക്കേട് ഇനി വേറെയുണ്ടോ? അപ്പോൾ ഒത്തൊരുമയിൽ നിന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നയാൾ കൂടി ആലോചിച്ച് ഒരാളിനെ തെരഞ്ഞെടുക്കുക, അയാളുടെ നിയന്ത്രണത്തിൽ ഞങ്ങൾ ഇതാ, അല്ലാതെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഹൈക്കമാൻഡ് അല്ലല്ലോ തീരുമാനിക്കണ്ടേ. കേരള മുഖ്യമന്ത്രി ആദ്യം കേരള ഘടകം തീരുമാനിക്കട്ടെ. എന്നിട്ട് ആ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ, ആ ഒരു നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഒരു നിയന്ത്രണമില്ല ഇവർക്കൊന്നും. ആർക്കും എന്തും വിളിച്ചു പറയാം. ഏതപ്പം മൈക്ക് കൊണ്ടു കൊടുത്താലും വിളിച്ചു പറയുന്ന സ്വഭാവം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതാണ് ഒന്നാമതെ മാധ്യമങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി അത്ര ഇഷ്ടമൊന്നുമല്ല. ഭൂരിഭാഗം മാധ്യമങ്ങൾക്ക്, ചിലർക്ക് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ അനുഭവം. ബാക്കി എല്ലാ മാധ്യമങ്ങളും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ വെച്ചലക്കാൻ. അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് നല്ലൊരു PR വർക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നല്ലൊരു വർക്ക് ഉണ്ടാവുമെന്ന് ഇവർ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ ഇവർക്ക് ഇപ്പം നിലവിലുള്ള സാഹചര്യം ജനമാണ് പിണറായിയോടുള്ള ഒരു വിരോധം കോൺഗ്രസിനേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ ഇവർ വേണ്ടാന്ന് വെക്കുക. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉരുള ഊട്ടി വായിക്കാത്തോട്ട് വെച്ചാൽ പോലും, എന്നാൽ നീ ഒന്ന് ചവച്ചരച്ച് വിഴുങ്ങ് എന്ന് പറഞ്ഞാൽ പോലും മര്യാദയ്ക്ക് ചവയ്ക്കാത്ത കോൺഗ്രസ് പാർട്ടി എന്നേ ഇതിൽ പറയാൻ പറ്റൂ. അപ്പോൾ ഇതേ സമയം ഈ രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. അവർ ഇത്തരത്തിൽ നിരവധി പ്രചാരണങ്ങൾ കൃത്യതയോടുകൂടിയാണ് അവർ പോകുന്നത്. അവർ അതിനെ നേരിടുന്ന രീതി അനുസരിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചുവടുവയ്ക്കുന്നത്. അപ്പോൾ കുറേ വോട്ടുകൾ അവർക്ക് കരസ്ഥമാക്കണം. അതൊരു CJP കൂട്ടുകെട്ടിലാണെങ്കിലും കുറേ വോട്ടുകൾ കരസ്ഥമാണ്. ഈ കോൺഗ്രസിന് തമ്മിലടി കാരണം കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകളായിരിക്കും BJPയിലേക്ക് പോകുന്നത്. CPMലേക്ക് പോകില്ല, പക്ഷെ BJPയിലേക്ക് പോകും. കാരണം ഒരു മോദിയുടെ ഒരു പ്രഭാവം, അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയൊക്കെ ഒരു പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം മാറ്റിമറിച്ചിട്ടുണ്ട്. മറ്റേത് BJP ഒരു ഹിന്ദു തീവ്രവാദ വർഗീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു മനോഭാവം കേരളത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറേ ഹിന്ദു വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകളൊക്കെ BJPയിലേക്ക്, കോൺഗ്രസിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും? BJPയിലേക്ക് പോകും. എന്നാലും CPMന് കൊടുക്കത്തില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഇവർക്ക് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കോൺഗ്രസ്സിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ പെട്ടെന്നാണ് മാറ്റിയത്. അവിടുന്ന് തുടങ്ങിയതാണ് ഇവരുടെ ഇത്തവണത്തെ പാളിച്ചകൾ. അത് പെട്ടെന്ന് മാറ്റണ്ടായിരുന്നു എന്ന് നേതൃത്വത്തിലെ പല നേതാക്കന്മാരടക്കം പൊതുജന സംസാരം അങ്ങനെയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പക്ഷെ K. സുധാകരൻ ഈ പറയുന്നത് പോലെ അത് മാധ്യമങ്ങളുടെ ഇടയിൽ തന്നെ മനഃപൂർവ്വം മാറ്റി എന്നുള്ള രീതിയിൽ അതും പറഞ്ഞ് അവിടെ ആകെപ്പാടെ ആക്ഷേപം ഉയർത്തി. ഇനി ഇപ്പൊ എത്തിയേക്കുന്ന സണ്ണി ജോസഫ്, അതേ ഒരു പാവം മനുഷ്യനാണ്. പാവമായതാണ് അവിടെ പ്രശ്നം. ഈ VD സതീശൻ ഉൾപ്പെടെ മറ്റുള്ള K. സുധാകരൻ ഉൾപ്പെടെ എല്ലാവരും തുറന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ഈ സണ്ണി ജോസഫ് പാപമായതുകൊണ്ട്. എന്നാൽ K. സുധാകരൻ്റെ അടുത്ത് അത്രയും വിളച്ചിലുകൾ ഈ നേതാക്കന്മാർ നടത്തത്തില്ല. അദ്ദേഹം ഇല്ല പറഞ്ഞോണം നല്ലൊരു പോരാളി തന്നെ, നല്ലൊരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചില അസുഖങ്ങളും ഒക്കെ കാരണം അദ്ദേഹത്തിന് പഴയ ഒരു നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ ആള് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഒന്നാത്ര ഒരു നേതാവ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റേണ്ടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സണ്ണി ജോസഫിന് ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ആ ഒരു പവർ അങ്ങോട്ടും മറ്റുള്ള നേതാക്കളിലേക്ക് അദ്ദേഹം പഞ്ചപാവമാണ്. ആ പഞ്ചപാവമായിരിക്കുന്നതാണ് ഏറ്റവും അധികം വിഷയം. ഒരു പക്ഷെ മറ്റാരെങ്കിലും കുറച്ചുകൂടെ സ്ട്രോങ് എടുത്തു പറയാൻ ആരുമില്ല, എന്നാലും ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി എന്താ പറയുന്ന ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, അല്ലെങ്കിൽ KPCC കുറച്ചുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഒരു നേതാവായിരിക്കണം. അവിടെ അവർക്ക് പാളിച്ച പറ്റി. പിന്നെ യൂത്ത് കോൺഗ്രസ്, രാഹുൽ മാങ്കുടി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നപ്പോഴേക്കും ഇവർക്ക് പാളിച്ചകൾ പറ്റി. പക്ഷെ പിന്നീട് അവരില്ല പറഞ്ഞോണ കൃഷ്ണേന്ദു പറഞ്ഞോണ അയ്യപ്പനെടുത്ത് കൈ വെച്ച് കൊടുത്തു. അതും വേണ്ട രീതിയിൽ വിനിയോഗിച്ചോ എന്ന് ചോദിച്ചാൽ VD സതീശൻ അത്രമാത്രം അത് വിനിയോഗിച്ചിട്ടില്ല. അപ്പം ഈ പറയുന്നത് പോലെ VD പലപ്പോഴും ഈ മാറി മറിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സ്വഭാവം VDക്കുണ്ട്. അപ്പോൾ തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് രാഹുൽ വിഷയം വന്നത്. രാഹുൽ KC പക്ഷം വന്നു, ഷാഫി KC പക്ഷം വന്നപ്പോഴത്തേക്കും VDക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ VD എന്ത് ചെയ്തു? രാഹുലിനിട്ട് മാന്തി, അത് ചൊറിഞ്ഞ്, അത് ഈ സ്വന്തം ശരീരം മാന്തി പൊളിച്ച് ചൊറിഞ്ഞ് കീറി പുണ്ണു വരുത്തിയ ഒരവസ്ഥയായി VD സതീശനും കോൺഗ്രസ് പാർട്ടിയിൽ. അവിടെ എന്ത് പറ്റി? VD സതീശന് സ്വാഭാവികമായിട്ട് ഒരു ഭിന്നത വന്നു.
KC വേണുഗോപാൽ കുറച്ചുകൂടി കേരളത്തിലേക്ക് ഒരു ഇതിലേക്ക് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, വേണുഗോപാൽ എങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ, അദ്ദേഹത്തിന് ദേശീയ നേതൃത്വം തന്നെ ഇഷ്ടംപോലെ പണികളുണ്ട്. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞോണം അവിടെയും രാഹുൽ ഗാന്ധിയുടെ ഒരു സുഹൃത്ത് തന്നെയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്നോണം രാഹുൽ ഗാന്ധിക്ക് എന്ത് ദേശീയ നേതൃത്വം KC പറയുന്നതിന് അപ്പുറത്ത് നടക്കത്തില്ല. അത് വേറൊരു കാര്യമാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആകണമെന്ന് KC ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡിലൂടെ വേണമെങ്കിൽ ആകാം. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ തന്നെ സമയമില്ല. പിന്നെ കേരളത്തിലെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു അല്ലാതെ കേരളത്തിലേക്ക് അങ്ങ് പൂർണ്ണമായും മാറുവാണെങ്കിൽ മാത്രമേ ഒരുപക്ഷെ അങ്ങനെയൊക്കെ വരൂ. അങ്ങനെയും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അടുത്ത പ്രധാനമന്ത്രി ആകണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന KC ആയിരിക്കും. പക്ഷേ KC അധികം ആൾക്കാർക്ക് അവിടെ അറിയില്ല, ദേശീയ തലത്തിൽ അധികം ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ KC കേരളത്തിൽ പ്രവർത്തിക്കട്ടെ, അതിന് പകരം രാഹുൽ ഗാന്ധിയുടെ അവിടെ ഇപ്പോൾ മറ്റൊരു നേതാവിനെ, ഒരു വടക്കേ ഇന്ത്യൻ നേതാവിനെയാണ് ഈ പറഞ്ഞോണം രാഹുൽ KCക്ക് പകരമായിട്ട് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. കാരണം രാഹുലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനും രാഹുലിന്റെ ഒരു ആളായിട്ട് നിൽക്കാനും മറ്റൊരു വടക്കേന്ത്യ. അപ്പം അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോൾ കുറച്ചുകൂടി കേരളത്തിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്കല്ല, ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലെ കാര്യം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി അദ്ദേഹം നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ BD സതീശനെ ഇതൊക്കെ വല്ലാണ്ട് ഹാലിളക്കി. മാത്രമല്ല ഇപ്പോൾ KPCCയുടെ പുനഃസംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ VD ആഗ്രഹിച്ച ആൾക്കാരെയൊന്നും ഉൾപ്പെടുത്തിയില്ല. VD ഈ പറയുന്ന ഈ സംഘടനയിൽ അല്ലെങ്കിൽ യോഗം ചേരുന്ന സന്ദർഭത്തിൽ VD വരാതെ ഇരിക്കുക. അപ്പോൾ പലതും അധ്യക്ഷൻ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ പറഞ്ഞത്. അങ്ങനെ VD സതീശന് കുറച്ചൊരു കെർവ് ഈ പറയുന്നോണം കേരള KPCCയോടെ ഉണ്ട്. അപ്പം ഇത് കാരണം അത് ചൊടിപ്പിക്കുന്നതിന് കാരണം KC വേണുഗോപാൽ ഈ പറയുന്നത് പോലെ കേരളത്തിൽ കുറച്ച് ചൂട് പിടിക്കുന്നു. യൂത്ത് എല്ലാം, ഷാഫി ഉൾപ്പെടെയെല്ലാം വേണുഗോപാൽ പക്ഷത്തേക്കുന്നു. രാഹുലിനെ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതോടെ രാഹുൽ അങ്ങ് തീരും, ഷാഫി ഒതുങ്ങുമെന്ന് പറഞ്ഞ VD സതീശൻ അവിടെ അബദ്ധം പറ്റി. രാഹുൽ പഴയതിലും അധികം പാലക്കാട് സജീവമാവുകയും ഷാഫിയുടെ മേലിലുള്ള ഒരു തരംഗം പൊട്ടിക്കാനും VD സതീശൻ്റെ തന്ത്രം പിഴച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന VD സതീശന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുക, മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയാണ് VD സതീശൻ. ഇതിൻ്റെയൊക്കെ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അധികം ബാധിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ. ആരോ മുഖ്യമന്ത്രിയാവട്ടെ, പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിച്ച് നേരിടുകയാണെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനിയൊരു ഭാവി ഉണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിൽ മൂന്നാമത് പിണറായി വിജയൻ സ്ഥാനം പിടിക്കും. കാരണം അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ കാണിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്, അതിൽ മലയാളികൾ പെട്ട് വീഴുകയും ചെയ്യും. വീണ്ടും CPM ഈ പറഞ്ഞതുപോലെ നേതൃത്വത്തിൽ വരികയും ചെയ്യും, മൂന്നാം തരംഗം ഉണ്ടാവുകയും ചെയ്യും. ഇതോടുകൂടി കോൺഗ്രസിന് ഇനി ഒരു കാലത്ത് ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതി പോകും. കാരണം അടുത്ത തവണ 2031 BJP ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് തഴയപ്പെടും.